വെൽക്കം ടു ക്യൂൻസ് വ്ളോഗ്. ഇന്നൊരു സ്പോഞ്ച് ബ്രഷ് നമുക്ക് വീട്ടിൽ എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഞാൻ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊരു ഹാർഡ് സ്പോഞ്ചാണ്. ഇത് നമ്മൾ കുഷ്യനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു തരം സ്പോഞ്ചാണ്. അത് ഞാൻ ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് സാധാരണ പാത്രം കഴുകണ ഒരു സ്പോഞ്ചും, പിന്നെ ഇതൊരു ബാർബിക്യൂ സ്റ്റിക്കാണ്. അതിന് ഞാൻ ആവശ്യമുള്ള വലുപ്പത്തിൽ ഒരു കുഞ്ഞു കഷ്ണം പിടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഐസ്ക്രീം സ്റ്റിക്ക്, ക്ലോത്ത് ക്ലിപ്പ്, പിന്നെ വരുന്നത് പേപ്പർ സ്റ്റിക്കാണ്. ഇത് നമ്മൾ സാധാരണ ന്യൂസ് പേപ്പർ ചുരുട്ടെടുത്ത് പശ ഒട്ടിച്ചതാണ്. പിന്നെ പെൻസിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ബോട്ടിൽ ക്യാപ്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഹണിയുടെ ബോട്ടിലിൻ്റെ ക്യാപ്പാണ്. ഇതുപോലത്തെ ബോട്ടിൽ ക്യാപ്പ് ഇല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും കുപ്പിയിൽ മൂടിയെടുക്കുക. അതുമ്പോൾ നമുക്കൊരു ചെറിയ ഏതെങ്കിലും ഒരു ക്യാപ്പ് എടുത്ത് ഗം വെച്ച് ഒട്ടിക്കാം. അപ്പോൾ നമുക്കൊരു പിടി പോലെ ഉപയോഗിക്കാം. പിന്നെ ഞാനൊരു പശ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നൈഫ്, കത്രിക. ഇനി നമുക്ക് സ്പോഞ്ച് ബ്രഷ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാം. ഞാനിവിടെ ഒരു ബോട്ടിൽ ക്യാപ്പിൻ്റെ റൗണ്ട് ഷേപ്പിലാണ് പാത്രം കഴുകണ സ്പോഞ്ചാണ് ആദ്യം ഞാൻ വെട്ടിയെടുക്കുന്നത്. അത് നമുക്ക് വെട്ടി നല്ലൊരു ഷേപ്പാക്കി എടുക്കാം. പരമാവധി നമുക്ക് എത്ര ഷേപ്പാക്കാൻ പറ്റുമോ അത്രയും ഷേപ്പാക്കാം. ഞാൻ പിന്നെ അതിൻ്റെ മുകളിലത്തെ ഒരു പച്ച പോലുള്ള ഹാർഡ് ഭാഗം അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അവിടെ ഞാൻ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ബാംബു സ്റ്റിക്ക്, അതായത് ബാർബിക്യൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഈ സ്പോഞ്ച് ബ്രഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനതൊരു പിരമിഡ് ഷേപ്പിലാക്കി വെട്ടി എടുക്കുകയാണ്. അടിയിൽ നല്ല റൗണ്ട് ഷേപ്പ്, മുകളിലേക്ക് ഒരു പിരമിഡ് ഷേപ്പ്, അതായത് ഒരു കോൺ ഷേപ്പ് നന്നായി ഷേപ്പാക്കി എടുത്ത് അതിൻ്റെ നടുക്കിൽ ഒരു ഹോൾ ഇട്ടതിന് ശേഷം നമ്മൾ ബാർബിക്യൂ സ്റ്റിക്ക് ഗം വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. നന്നായി ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ഹോളിടുമ്പോൾ സ്പോഞ്ച് കീറിപ്പോകാതെ ശ്രദ്ധിക്കണം. ഇത് കനം കുറഞ്ഞ സ്പോഞ്ചായ കാരണം ഒന്ന് ശ്രദ്ധിച്ച് ഹോളിടുക. എന്നിട്ട് നമുക്ക് ഗം അപ്ലൈ ചെയ്യാം. അതിൽ സ്റ്റിക്ക് നന്നായി ഒട്ടിച്ചു കൊടുക്കാം. നന്നായി തന്നെ ഒട്ടിച്ചെടുക്കണം. ഫസ്റ്റ് സ്പോഞ്ച് ബ്രഷ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്പോഞ്ച് ബ്രഷ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ആ പച്ച കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞു. ഇത് ഞാൻ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ അതിൻ്റെ മുകളിലും ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കാണ്. നേരത്തെ ബാംബു സ്റ്റിക്ക് ചെയ്ത പോലെ തന്നെ ഐസ്ക്രീം സ്റ്റിക്കും ഇതിൽ നന്നായി ഒട്ടിച്ചെടുക്കുക. ഈ സ്പോഞ്ച് ബ്രഷും ശരിയായി. ഇനി നമുക്ക് അടുത്ത സ്പോഞ്ച് ബ്രഷ് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. അതിനായി ഞാൻ ബോട്ടിൽ ക്യാപ്പാണ് എടുത്തിരിക്കുന്നത്. ആ ക്യാപ്പിൻ്റെ വലുപ്പത്തിൽ തന്നെ ഞാൻ ഹാർഡ് സ്പോഞ്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് നമുക്കൊരു നല്ല ഷേപ്പിൽ, കോൺ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അടിയിൽ നല്ല റൗണ്ട് ആക്കിയിട്ടുണ്ട്. ബാക്കി കോൺ ഷേപ്പ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കടത്തി വെച്ച് നോക്കാം. അത് കറക്റ്റ് അളവ് തന്നെയാണ്. ഇനി നമുക്കത് ഗം വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി നെക്സ്റ്റ് സിമ്പിളായിട്ട് എങ്ങനെ ബ്രഷസ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഒരു സ്പോഞ്ച്, നമ്മുടെ സ്ക്രബ്ബർ തന്നെ, പാത്രം കഴുകുന്ന സ്ക്രബ്ബർ, ഒരു റെക്റ്റാങ്കിൾ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ കാണുന്ന പോലെ ഫോൾഡ് ചെയ്ത് നമ്മുടെ ക്ലോത്ത് ക്ലിപ്പ് ഇട്ട് കൊടുക്കുക. ഇത് ഏറ്റവും സിമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു കുട്ടികളുടെ ടോയ്സിലൊരു പീസാണ്. അത് ഞാനെടുത്ത് അതൊരു ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഉള്ളത് ബോട്ടിൽ ക്യാപ്പാണ്. ബോട്ടിൽ ക്യാപ്പ്
ൻ്റെ ഷേപ്പിൽ തന്നെ ഞാനൊരു സ്പോഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ കടന്നിരിക്കുന്ന രീതിയിൽ ഗം വെച്ച് ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ പിടിയായിട്ട് എൻ്റെ കാലിയായ ഗ്ലൂവിൻ്റെ ക്യാപ്പ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈ ഗ്ലൂ വെച്ച് തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ പലതരത്തിൽ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിച്ച് സ്പോഞ്ച് ബ്രഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഐസ്ക്രീം സ്റ്റിക്ക്, ബാംബു സ്റ്റിക്ക്, നമ്മുടെ പേപ്പർ സ്റ്റിക്ക്, അതിൽ ഞാൻ വാർണിഷ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഉപയോഗിച്ച പെൻസില്, ക്ലോത്ത് ക്ലിപ്പ്, ഹണി ബോട്ടിൽ, കുട്ടികളുടെ ടോയ്സ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള വലുപ്പത്തിൽ ബ്രഷസ് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാവുന്നതാണ്. ഇത് നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, പിന്നെ വൈറ്റ് അക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് പോലെ എല്ലാം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ സ്പോഞ്ചും മറ്റേ ബ്രിസിൽസ് ബ്രഷും മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. സ്പോഞ്ച് യൂസ് ചെയ്യാനാണ് കൂടുതൽ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ ബ്രഷെല്ലാം കഴുകി വീണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക്, ബാംബു സ്റ്റിക്ക്, പെൻസിലിൽ വേണമെങ്കിൽ നമുക്ക് വാർണിഷ് അടിച്ച് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.